മൈലുകൾ താണ്ടി ചരിത്ര പഠനം തേടി സനയും സനീഹയും പൊന്നാനിയിലെത്തി. എൻ്റെ പേര് സനീഹ. രാമനാട്ടുകരയാണ് വീട്. കൊണ്ടോട്ടി EMA കോളേജിൽ PG സെക്കൻഡ് ഇയർ MA ഹിസ്റ്ററി വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ടോപ്പിക്ക് പൊന്നാനി ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടുത്തെ പ്രമുഖ ചരിത്രകാരനും പ്രാദേശിക ചരിത്രകാരനും അധ്യാപകനുമായിട്ടുള്ള TV അബ്ദുറഹ്മാൻകുട്ടി മാഷാണ് ഞങ്ങൾക്ക് പൊന്നാനിയെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും കൈമാറിയത്. ഇവിടുത്തെ പ്രധാന ചരിത്ര ഭവനമായിട്ടുള്ള കാരക്കുന്നത്തെ വീടിനെ കുറിച്ചിട്ടും വെട്ടംപോക്കിരകം വീടിനെ കുറിച്ചിട്ടും ദേശീയ പ്രസ്ഥാനത്തിൽ പൊന്നാനിയുടെ പങ്ക് എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വ്യക്തമായ വിവരങ്ങളും ഒക്കെ നൽകിയത് അബ്ദുറഹ്മാൻകുട്ടി മാഷാണ്. പവൻ ഗോൾഡ് തിരൂർ. എൻ്റെ പേര് സന ഷൗക്കത്ത്. ഞാൻ കൊണ്ടോട്ടി EMAയിൽ PG സെക്കൻഡ് ഇയർ കഴിഞ്ഞു. എൻ്റെ പ്രൊജക്റ്റ് പൊന്നാനിയുടെ പള്ളികളും ജാറങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ TV അബ്ദുറഹ്മാൻകുട്ടി സാറാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാത്തിനും ഗൈഡായിട്ട് നിന്നിട്ടുള്ളത്. എൻ്റെ ടോപ്പിക്കിൽ ഇവിടെ പ്രധാനപ്പെട്ട പള്ളികളും ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളും ജാറങ്ങളുമാണ് ഉള്ളത്. അതിൽ തെരുവത്ത് പള്ളി, വലിയ ജുമാ മസ്ജിദ്, അതേപോലെ തന്നെ തോട്ടുങ്ങൽ പള്ളി, ഈ പള്ളികളൊക്കെ ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ കിൽക്കിട്ട ജാറം, വലിയ ജാറം, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ ആദ്യത്തെ ചാപ്റ്ററിൽ പൊന്നാനിയുടെ ലോക്കൽ ഹിസ്റ്ററിയാണ് പറയുന്നത്. ഞങ്ങൾക്ക് സാറ് നന്നായിട്ട് സഹായം ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ. ഞാൻ TV അബ്ദുറഹ്മാൻകുട്ടി, റിട്ടയർഡ് അധ്യാപകനാണ്. 2005 സർവീസിൽ നിന്ന് വിരമിച്ചത്. അതിനുശേഷം മുഴു സമയം പൊന്നാനിയുടെ പ്രാദേശിക ചരിത്ര പഠനത്തിലും പുസ്തകങ്ങളുടെ രചനയിലുമാണ്. തന്മൂലം ധാരാളം വിദ്യാർത്ഥിനികൾ മലപ്പുറം ജില്ലയിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ നിന്നും മറ്റു പല ജില്ലകളിൽ നിന്നും അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി പൊന്നാനിയിൽ എത്താറുണ്ട്. അങ്ങനെയുള്ള 2 വിദ്യാർത്ഥികളാണ് കൊണ്ടോട്ടി EMA കോളേജിൽ പഠിക്കുന്ന സനിയയും സനയും. ഇവർ 2 പേരും വന്നത്, ഒരാൾ വരുന്നത് അരീക്കോട് ഭാഗത്തു നിന്നാണ്, മറ്റൊരാൾ വരുന്നത് രാമനാട്ടുകര ഭാഗത്തു നിന്നുമാണ്. ഇത്ര അകലെ നിന്നും പൊന്നാനിയുടെ ചരിത്രം പഠിക്കാനെത്തിയ ഇവർക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. 6ഓളം പ്രാവശ്യം ഇവർ 2 പേരും പൊന്നാനി ചരിത്രം പഠിക്കാനെത്തിയിട്ടുണ്ട്. ഇതുപോലെ മറ്റു പല വിദ്യാർത്ഥികളും, ഉദാഹരണമായിട്ട് സ്വാതി സുബ്രഹ്മണ്യൻ എന്നൊരു വിദ്യാർത്ഥിനി, തൃശ്ശൂർ സ്വദേശിനിയാണ്. അവർ ഡൽഹി സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിങ്ങിൽ വിദ്യാർത്ഥിയായിരുന്നു. പൊന്നാനിയിൽ ഏകദേശം 20ഓളം ദിവസം തൃശ്ശൂരിൽ നിന്ന് രാവിലെ പൊന്നാനിയിലേക്കും വൈകുന്നേരം 5 മണിക്കുള്ള തിരുവനന്തപുരം ഫാസ്റ്റിന് തൃശ്ശൂരിലേക്കും പോയി പഠനം നടത്തി പ്രൊജക്റ്റ് തയ്യാറാക്കി. ആ പ്രൊജക്റ്റിന് പൊന്നാനി വലിയ പള്ളിയും പരിസര പ്രദേശങ്ങളുമായിരുന്നു അവരുടെ മുഖ്യ വിഷയം. ആ പ്രൊജക്റ്റിന് അവർക്ക് ഡൽഹി സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിങ്ങിൽ നിന്ന് A ഗ്രേഡ് ലഭിക്കുകയും ഉടനെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റിൽ പ്ലേസ്മെൻറ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം വിദ്യാർത്ഥികൾ പൊന്നാനിയിൽ ഇപ്പോൾ പഠനത്തിനായി ഗവേഷണത്തിനായി എത്താറുണ്ട്. പൊന്നാനി മാത്രം വിഷയം എടുത്ത് PhD ചെയ്ത വിദ്യാർത്ഥികളും ഉണ്ട്. അവരെല്ലാം തന്നെ പലരും ഇപ്പോൾ സർവീസിലുണ്ട്. മാത്രമല്ല ഇപ്പോഴും പഠനം നടത്തിയും കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ രണ്ട് പേരുടെയും വിഷയം, ഒരാളുടെ വിഷയം പൊന്നാനിയിലെ പള്ളികളും ജാറങ്ങളുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പള്ളികളുള്ള ഒരു നഗരസഭയാണ് പൊന്നാനി. ഏകദേശം 90-ൽ പരം പള്ളികളുണ്ട് പൊന്നാനിയിൽ. അതിൽ 49 പള്ളികളും ജുമാഅത്ത് പള്ളികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി. ഇതേപോലെ പഴമയുടെ പെരുമ പേറുന്ന പള്ളികളാണ് സിയാറത്ത് പള്ളി, തോട്ടുങ്ങൽ പള്ളി, തെരുവത്ത് പള്ളി, മിസിരി പള്ളി, മഖ്ദൂമിയ അകത്തെ പള്ളി തുടങ്ങിയ പള്ളികൾ. മാത്രമല്ല പൊന്നാനിയുടെ ചരിത്രത്തിൽ നിസ്തുല്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ മറ്റൊരു കേന്ദ്രമാണ് പൊന്നാനി വലിയ ജാറം. അവിടെ വലിയ ജാറം എന്ന് പറഞ്ഞാൽ മൗനത്തുൽ ഇസ്ലാം സഭ സ്ഥാപിക്കുന്നതിലും തെക്കേ മലബാറിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സമ്മേളനം 1910 ഒരുക്കുന്നതിലും അനുപമമായ പങ്കുവഹിച്ച ഒരു മതകേന്ദ്രമാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി.
വലിയ പൊന്നാനി വലിയ ജാറം അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് പഠനമാണ് സെന നടത്തിയിട്ടുള്ളത്, പ്രൊജക്റ്റാണ് സെന നടത്തിയിട്ടുള്ളത്. ആ പ്രൊജക്റ്റാണ് ഇത്. അവർ വളരെയധികം ത്യാഗം സഹിച്ചിട്ടാണ് ഇവിടെ വന്നത്. കാരണം 2-3 ബസ്സുകൾ കയറിയിട്ടാണ് പൊന്നാനിയിൽ പിന്നെ അരീക്കോട് നിന്ന് ഇവിടെ എത്തിയത്. എന്നിട്ട് പല സ്ഥലത്തും ചുറ്റി സഞ്ചരിക്കുകയും ആ ചുറ്റി സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ എൻ്റെ സ്റ്റാഫായ ഷഹർമാൻ അവർക്ക് സഹായം നൽകുകയും വേണ്ട രീതിയിൽ ഗൈഡ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടത്തിയ ഒരു പ്രൊജക്റ്റാണ് ഇത്. അപ്പോൾ സെനയെ ഞാൻ പ്രത്യേകം ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. മറ്റൊരു വിദ്യാർത്ഥിനിയാണ് ഇതേ കോളേജിൽ തന്നെ കുണ്ടോട്ടി EMEA കോളേജിൽ തന്നെ പഠിക്കുന്ന സനിയ വിദ്യാർത്ഥി. ഇവർ രാമനാട്ടുകര പരിസരം സ്വദേശിനിയാണ്. രണ്ടുപേരും PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. ഇവർ സനിയ നടത്തിയ പ്രൊജക്റ്റുകളാണ് ഈ കാണുന്നത്. ഇത് 2 വർക്കും ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിലാണ്. ഇവരുടെ വർക്ക് പൊന്നാനിയുടെ 1919 മുതൽ ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചാണ്. മൗലാന ഷൗക്കത്ത് അലിയുടെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വത്തിലാണ് 1919 ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അതിനെ തുടർന്ന് പൊന്നാനിയിലും അതിൻ്റെ അലയടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊന്നാനിയാണ് ഈ വിഷയത്തിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനിയുടെ പൈതൃക ഭവനമായ കാരാങ്കുന്നത്ത് തറവാട്, അതേപ്രകാരം തന്നെ മറ്റൊരു തറവാടായ വെട്ടംപോക്കിരിയകം തറവാട്, ഈ 2 തറവാടിനും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്ലാഘനീയമായ പങ്കുണ്ട്. കാരാങ്കുന്നത്ത് പുല്ലോണത്തത്താണിയിലുള്ള കാരാങ്കുന്നത്ത് തറവാട്ടിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനോടനുബന്ധിച്ച് കള്ളക്കേസുകൾ കുടുക്കി അഡ്വക്കേറ്റ് KV രാമമേനോൻ, KV ബാലകൃഷ്ണ മേനോൻ, മലബാറിലെ തന്നെ ആദ്യത്തെ രക്തസാക്ഷിയായ KV ബാലകൃഷ്ണ മേനോൻ, ഗോപാല മേനോൻ തുടങ്ങിയ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും സ്ത്രീകളുടെ നേർക്ക് ഭവനഭേദം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് അവിടെ ധീരയായ ഒരു വനിത ഉണ്ടായതുകൊണ്ട് തൽക്കാലം അവരുടെ പരിപാടികളും നടന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക തറവാടാണ് പൊന്നാനി പുല്ലോണത്തത്താണിയിലെ കാരാങ്കുന്നത്ത് തറവാട്. അതുപ്രകാരം മറ്റൊരു തറവാടാണ് പൊന്നാനി അങ്ങാടിയിലെ വെട്ടംപോക്കിരിയകം തറവാട്. ഈ വെട്ടംപോക്കിരിയകം തറവാടിൻ്റെ അടുത്ത് ഖിലാഫത്ത് യോദ്ധാക്കൾ വന്നെങ്കിലും അവിടുത്തെ അക്കാലത്തെ പൊന്നാനിയുടെ പ്രാദേശിക ഖിലാഫത്ത് നേതാവായ അതിനയിൽ പടിഞ്ഞാറ് തിമ്പിച്ചിക്കോയ തങ്ങളുടെ സമയോചിതമായ ഇടപെടൽ കാരണം പൊന്നാനിയിൽ യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ ഇടവന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന പ്രൊജക്റ്റാണ് സെനിയ ചെയ്തിട്ടുള്ള ഈ പ്രൊജക്റ്റ്. ഏതായാലും സെനിയക്കും സെനക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. അവരുടെ കഠിനാധ്വാനത്തിൻ്റെ പരിണിത ഫലമാണ് ഈ 2 പ്രൊജക്റ്റുകൾ. എന്റെ ഫാമിലിയിൽ കല്യാണം. ഫാമിലി വെഡിംഗ് സെന്റർ.